രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിഷേധങ്ങളും നിയമപോരാട്ടങ്ങളും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, രാജ്യമൊട്ടാകെ നടപ്പിലാക്കണം. കേരളത്തിൽ പക്ഷേ അത് ഒരുപക്ഷെ അല്പസമയം കഴിഞ്ഞായിരിക്കും നടപ്പിലും വരുത്തുക. തമിഴ്നാട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എപ്പോൾ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണം? ഇക്കാര്യത്തിൽ ഒരു സമവായത്തിനുള്ള നീക്കമാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? അരുൺ, ഒരു സമവായ നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടത്തിയതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാഷ്ട്രീയ പാർട്ടികളുമായി നടത്തും എന്നുള്ളതാണ്. കാരണം ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ ഒരു കൂട്ടം ഹർജികൾ എത്തിയത് വലിയ പ്രതിസന്ധിയായിരുന്നു. അതുമാത്രമല്ല, വലിയ പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ തമിഴ്നാട്, കേരളം, അതോടൊപ്പം തന്നെ പശ്ചിമബംഗാൾ, അസം അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ SIR വരുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിൽ ചോദ്യങ്ങളൊക്കെ വരും. പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കുടിയേറ്റക്കാരുണ്ട്, അന്യ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ കുടിയേറി പാർത്തിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് BJP ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ബീഹാറിലെ പോലെ വോട്ട് വെട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ 65 ലക്ഷത്തിലൊന്നും നിന്നില്ല എന്ന് വരും. സ്വാഭാവികമായും അത് വലിയ പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കും എന്ന് ഉറപ്പാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തിയതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ചകൾ നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു യോഗം, പാർലമെന്റ് സമിതി യോഗം ഇന്നലെ ഉണ്ടായിരുന്നു. ആ യോഗത്തിലാണ് കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഈ ചർച്ചകൾ നടത്തി പ്രശ്നപരിഹാരം, പ്രത്യേകിച്ച് തർക്കങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾ, നിയമ പോരാട്ടം എന്നിവ പരമാവധി ഒഴിവാക്കാനുള്ള നീക്കമാണ് എന്നാണ് നടക്കുന്നത്. കാരണം കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഈ ചർച്ചകൾ നടന്നതിന് പിന്നാലെയാണ് ഈ തീവ്ര പരിഷ്കരണം അതിവേഗം വേണ്ട, അത്തരത്തിൽ അല്പം നീട്ടിവെക്കണം നിലപാട് എന്താണെങ്കിലും അവിടുത്തെ കമ്മീഷൻ ഇങ്ങോട്ട് അറിയിച്ചതും. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്ന പ്രകാരമാണെങ്കിൽ ഒക്ടോബറിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ, തീവ്ര പരിഷ്കരണ നടപടിക്രമങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും ആരംഭിക്കും എന്നുള്ളതാണ്. എന്താണെങ്കിലും അതിനു മുന്നോടിയായി ചർച്ചകൾ നടത്തി സമവായം ഉണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ ഇതിന്റെ ഭാഗമാക്കി നിർത്തുക എന്നാണ് ഇപ്പോൾ കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായാണ് എല്ലാ സംസ്ഥാനങ്ങളും ചർച്ച ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അരുൺ, താങ്ക് യു. നോബിളാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യമൊന്നാകെ എന്തായാലും വരും, പക്ഷേ എന്ന് വരും എന്നുള്ളതാണ് ചോദ്യം. തിടുക്കപ്പെട്ട് പാടില്ല എന്നുള്ളതാണ് പാർട്ടികളുടെ നിലപാട്. ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. പ്രിയപ്പെട്ടവരെ,